വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. പോലീസും എല്ലാം വരുന്ന വണ്ടികളെല്ലാം തടഞ്ഞിടുകയാണ്. ഇടിവണ്ടിയൊക്കെ കൊണ്ടിട്ടുണ്ടോ? ഇടിവണ്ടി ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി അവരവിടെ തടഞ്ഞിട്ടേക്ക്. എന്താ അവസ്ഥയല്ലേ? ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും, അത്രയേ ഉള്ളൂ. രാവിലെ തന്നെ വണ്ടി തടയുകയാണ് സാറന്മാർ. സ്ഥിരം പല്ലവി. എല്ലാ ചാനലുകാരും ഉണ്ട്, കേരളത്തിലെ എല്ലാ ചാനലുകാരും ഉണ്ട്. നമ്മുടെ ചാനലുകാരെ സമ്മതിക്കണം കേട്ടോ. ചാനലുകാരുള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നത്. പിന്നെ അങ്ങനെ മീഡിയക്കാരെയൊക്കെ അകത്തോട്ട് അലവ് ചെയ്തിട്ടുണ്ട്. MLA ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ലൊക്കേഷനായിട്ട്. നമ്മളിപ്പോൾ കാർവാർ സൈഡിൽ നിന്നാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഓവർ ബ്രിഡ്ജ് റെയിൽവേ, ഇത് കൊങ്കൺ റെയിൽവേ ആണ് കേട്ടോ. ഇതിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണ് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് റെസ്ട്രിക്ഷൻസ്, ഇവിടെ എന്തോ സ്റ്റേ കാരണമാണ് സിംഗിൾ റോഡായത്. മണ്ണ് മൊത്തം 4 ലൈൻ ഹെഡ്, അവിടുത്തെ മണ്ണ് മൊത്തം എടുത്തിട്ടേക്കുന്ന ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്. എനിക്ക് ഗംഗാവല്ലി റിവറിനടുത്തായിട്ട് എത്തി കേട്ടോ. ഇവിടെ അങ്ങോട്ട് തിരിയുന്ന ഭാഗത്തായിട്ട് സിലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ശരിക്കും എക്സാക്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ നടന്ന ലൊക്കേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിടിഞ്ഞ് വീണതിൻ്റെ ഒരു വ്യാപ്തി കണ്ടോ? ഇതൊരു സെക്ഷൻ മണ്ണിടിഞ്ഞ് വീണതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോലീസുകാർ അപ്പുറത്തായിരുന്നു, മെയിൻ ജംഗ്ഷനിലായിരുന്നു. ഇവിടം തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഒരു വ്യാപ്തി? അതെ, ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും.
എക്സാക്റ്റ് ലൊക്കേഷനിലാണ് കേട്ടോ. ഇത് കണ്ടോ, മൺതിട്ട. അതായത് ഇത് അക്കരെ കരയിൽ അതെ വീടുകളുടെ അവിടോട്ട് വെള്ളം ഇരച്ച് കയറിയ സ്ഥലമാണ്. കണ്ടോ, അതെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകണ്ട. ആ റേഞ്ചിലെ വീടുകളൊക്കെ ഒലിച്ചു പോയി, ഒന്നുമില്ല. അതെ ആ റേഞ്ച്. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടോ, ഇത് കമ്പിയാന്ന് തോന്നുന്നു കേട്ടോ. കമ്പിയാണ്, വളരെ വേദനിക്കുന്നതായിട്ടുള്ള മരമാണോ കമ്പി കഷ്ണമെന്ന് അറിയില്ല. അതിൻ്റെ അല്ല ഈ സൈഡിലാണ് കൂടുതൽ ഒഴുക്ക് കേട്ടോ. 2 സൈഡിലോട്ടാണ് ഒഴുക്ക്. സെൻട്രൽ ഭാഗത്ത് നമുക്ക് മൺതിട്ട രൂപപ്പെട്ടിരിക്കുകയാണ്. അതെ ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാ ചാനലുകാരും ഉണ്ട്, അവരെല്ലാവരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഉണ്ടോ, ഒരു ദ്വീപ് പോലെ ആയിരിക്കുകയാണ്. ദ്വീപ് പോലെ ഒന്ന് ആലോചിച്ച് ചോദിച്ചത് വെള്ളം കയറിയതിൻ്റെ ഒരു പവർ. അതെ അതെ എക്സാക്റ്റ് ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലൊക്കേഷനിലാണ്. അതെ ദൈവമേ, ഇനി ഇത് മാറ്റണമെങ്കിൽ ശരിയാണ്. അതിഭയങ്കര ഒഴുക്കാണ്, 2 സൈഡിൽ നിൽക്കാൻ പറ്റത്തില്ല. ദ്വീപ് പോലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. തടിക്കഷ്ണം 3 ഉണ്ടോ. അപ്പോൾ അതിനകത്തിലെ ആ ഭാഗത്തായിട്ടാണ് തടിക്കഷ്ണമൊക്കെ കിടക്കുന്നത്. മരക്കഷ്ണമൊക്കെ ഓടിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ പോകണം. നമുക്കിപ്പോൾ ഈ സൈഡിലെ മണ്ണിൻ്റെ വ്യാപ്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ സൈഡിലൂടെ ഒന്ന് പോവാം. ഓക്കെ, ഇവിടെ നിന്നാണ് മണ്ണൊലിച്ച് പോകുന്നുണ്ടോ. ശരിക്കുള്ള വ്യൂ തന്നെ കണ്ടു. ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് മണ്ണൊലിച്ച് പോകുന്നത്. നോക്കി എൻ്റെ പൊന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, ഈ ഭാഗത്തു നിന്നാണ് മണ്ണൊലിച്ച് പോകുന്നത് താഴോട്ട്. ഉണ്ടാ എൻ്റെ പൊന്നു നോക്കിയ എല്ലാ മനസ്സലിക്കുന്നതായ വലിയൊരു കാഴ്ചയാണ്. ഇത്രയും മണ്ണാണ് ഇളകി താഴെ പോകുന്നതെന്ന് പറയുമ്പോൾ ഏറെ ആ ഹൈവേ റോഡാണ്. നമ്മുടെ MLA ഒക്കെ വരുന്നുണ്ട്, MLA ഒക്കെ എത്തുന്നുണ്ടോ. അതെ ആ MLA മാർ 2 MLA മാർ എത്തിയിട്ടുണ്ട്. നാലുവരിപ്പാതയാണ്. ഒരു സൈഡിലെ റോഡ് മൊത്തം ഇല്ലാതായെന്നുള്ള എൻ്റെ പണമായി. ശരിയല്ല, MLA ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് വെള്ളക്കെട്ടും കാര്യങ്ങളും. ദൈവമേ, കണ്ടിട്ട് എൻ്റെ കണ്ണ് നനയാമായി. എത്ര ജീവനാണ് ഇല്ലാതായ, എത്ര ജീവൻ. നോക്കി നോക്ക് ഈ മണ്ണ് എന്തോ. ദൈവമേ, ഇത് എത്ര ഏക്കറാണ്. 1, 2 ഒന്നും അല്ല എൻ്റെ പൊന്നടാവേ. ഇത് ഏക്കർ കണക്കിനാണ് ഇടിഞ്ഞു പോയത്. ഇതൊരു ഭാഗം. എൻ്റെ പൊന്നോ, കണ്ടിട്ട് തന്നെ കണ്ണു വരുന്നത്. ഇത് നേരത്തെ എടുത്താണ്. ഈ ഒരു ഭാഗത്തെ മണ്ണാണ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചായി. പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് ആ ടവർ കേട്ടോ. ടവർ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഇതാണ് ടവർ. ഒന്നാലോചിക്കുക, ടവറിൻ്റെ ഹൈ ടെൻഷൻ കമ്പിയൊക്കെ മേടയിൽ നിന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ടവറിൻ്റെ എതിർ സൈഡ് ടവർ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. ടവറിൻ്റെ എതിർ സൈഡാട്ടോ ഇത്. ഓപ്പോസിറ്റ് സൈഡാട്ടോ, ഓപ്പോസിറ്റ് സൈഡ്. ഇതായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടവറിൻ്റെ മണ്ട കണ്ടോ. എൻ്റെ കേബിൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ എൻ്റെ പൊന്നോ, അത് വേദന കണ്ണ് നനയ്ക്കുന്നൊരു കാഴ്ചയാണ്. സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ പൊന്നെണ്ണ. ഇതെന്തോ ഒരു കമ്പിയൊക്കെ കിടക്കുന്നു കേട്ടോ. ഇനി നമുക്ക് റോഡിൻ്റെ അപ്പർ സൈഡ് പോകാം. ഇവിടെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ JCB പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ താന്നു പോകും. ഇത്ര ഹെവിയാണ്. MLA മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ ആ 11 kV കമ്പി ചെയ്യാൻ തോന്നുന്നു. എൻ്റെ പൊന്നടാവും. ഇത് കണ്ടിട്ട് തന്നെ സഹിക്കാൻ വയ്യ എൻ്റെ പൊന്നു. ഇതിനകത്തൊക്കെ എത്രയോ വേറെ ജീവനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതാണ് പറഞ്ഞ സ്ഥലം. ತ್ರಿಶೂರ್ನಿಂದ ಒಂದು ಯಂತ್ರವನ್ನು ಬರುತ್ತೆ, ಬಾರ್ಜ್ ಕಂಟೈನರ್. ಆ ಯಂತ್ರದ ಮೂಲಕ ಲಾರಿಯ ಹುಡುಕಾಟ. ഇത് പോസ്റ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, നമുക്ക് ലക്ഷ്മണൻ്റെ കട ഈ ഭാഗത്തായിട്ടായിരുന്നു പറയുന്നത്, ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നോക്കി, ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടാണ് ഇതുവരെ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ಪತ್ತೆಗಾಗೂ ಸಹಿತ ಶೋಧ ಕಾರ್ಯ ಮುಂದುವರಿಸಲಾಗಿದೆ. ಆದರೆ ಈಗ ಉತ್ತರ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಶಿರೂರು ಗುಡ್ಡ ಕುಲಕರ್ಣಿಗಳಿಗೆ 13ನೇ ದಿನವೇ ತಾತ್ಕಾಲಿಕವಾಗಿ ಕಾರ್ಯಾಚರಣೆಗೆ ಸ್ಥಗಿತ ಮಾಡಿರತಕ್ಕಂಥದ್ದು. ಮುಂದೆ ಕಾರ್ಯಾಚರಣೆ ಯಾವ ರೀತಿ ಆಗ್ಬೋದು, ಅದೇ ರೀತಿ ಮುಂದೆ ಕಾರ್ಯಾಚರಣೆಗೆ ಜಿಲ್ಲಾಡಳಿತ ಏನೆಲ್ಲ ಪ್ಲಾನ್ ಅನ್ನ ಮಾಡ್ಕೊಂಡಿದೆ ಅನ್ನುವಂಥ ಬಗ್ಗೆ ನಾವು ನಿಮ್ಗೆ ಈಗಾಗಲೇ ವಿವರಿಸಿದ್ದೇವೆ. ಕ್ಯಾಮ್ರಾ ಪರ್ಸನ್ ರೈಡು ಜೊತೆ ದರ್ಶನ್ ನಾಯ್ಕ್, ನ್ಯೂಸ್ 18 ಕಾರವಾರ. സോറി ാണ് നോക്കി. ഈ ഒരു ഇപ്പം തന്നെ കാർമേഘമൊക്കെ കലഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവമാണ്. നോക്കി എൻ്റെ പൊന്നോ, ഒന്നാലോചിച്ച് നോക്കി എൻ്റെ പൊന്നടാവേ. ഇനി അപ്പർ സൈഡൊക്കെ കണ്ടോ, അപ്പർ സൈഡിലൊക്കെ ഓരോ അവസ്ഥ. ആ സൈഡിലാണ് മൊത്തം വീട് മൊത്തം പോയത്. ഏതെ ഏതെ വീട് മൊത്തം ഒഴുകിപ്പോയത്. എൻ്റെ പൊന്നടാവേ, എന്തോ ഒരു ഉള്ള സംഭവത്തിൻ്റെ ഒരു വിഷ്വൽ കണ്ടില്ലേ, ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവമേ, ഒരു മിനിറ്റ് മതി ആഹാരം കഴിക്കാനിരുന്ന അങ്ങോട്ട് പോയത്. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ കണ്ണ് നനയ്ക്കുന്നതായിട്ടൊരു കാഴ്ചയാണ്. മണ്ട ഭാഗത്തുനിന്നും മുകൾ ഭാഗത്തുനിന്നും ഇരിഞ്ഞ് പറഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാ ചാനലുകാരും MLA ഒക്കെ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സെയിം ഈ മണ്ണ് നോക്കി ഇതിനകത്തിലെ ഇപ്പോൾ തന്നെ കമ്പിയൊക്കെ കിടക്കുന്നുണ്ട്, ഹൈ ടെൻഷൻ കമ്പിയൊക്കെ കിടക്കുന്നുണ്ട്. അതെ, ഹൈ ടെൻഷൻ കമ്പിയാണ് തോന്നുന്നത്. അപ്പോൾ നിൽക്കാനൊന്നും അറിയത്തില്ല. അതാണ് ഗംഗാവല്ലിയുടെ മെയിൻ ഭാഗം. നമുക്ക് അപ്പർ സൈഡ് പോകാൻ ശരിക്കും അവിടെ അവിടുത്തെ ഇവിടുത്തെ വീടുകളൊക്കെ തകർന്ന് അരിപ്പണമായി പോയി. കേൾക്കുന്നുണ്ടോ? ഈ പട്ടിയുണ്ടോ? ഏതെ പട്ടികൾ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അതിവിടെ തന്നെ ഇരിക്കുക. അവർ നമുക്ക് പട്ടികൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അത് മലയാളികളുടെ സ്നേഹത്തിൻ്റെ കാര്യമായിട്ടൊക്കെ. വെള്ളത്തിലേക്ക് നോക്കി തന്നെ ഇരിക്കുന്ന നോക്കി, വെള്ളത്തിലേക്ക് നോക്കി തന്നെ. അതെ, അതുങ്ങളുടെ സ്നേഹം നോക്കി ഇവിടുന്ന് മാറാതെ നിൽക്കുക. ആരും ചോദിക്കാത്ത നിങ്ങൾ മാറാതെ തന്നെ നിൽക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ MLA ടീം അവർ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല എൻ്റെ പൊന്നാണ്. എനിക്ക് സത്യം പറഞ്ഞുകൊണ്ട് കണ്ടിട്ട് വിഷമം. എന്നാ പറയാനാ പറയാം. ഇപ്പോൾ തന്നെ ഇന്നലെ ഇവിടെയാണ് റെസ്ക്യൂ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അവിടെ 20 അടി താഴ്ച, ഒന്നാലോചിച്ച് ഇവിടെ 30 അടി താഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്നും നമ്മൾ പറയുന്ന പോലല്ല. ഇറ്റ്സ് വെരി ടഫ്. ടഫായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിന് മണ്ടയിൽ നിന്ന് അവർ ഇന്നലെ റെസ്ക്യൂ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിയത് ചെയ്യാൻ നോക്കിയതാവും നോക്കി. ഈശ്വർ മാൽപ്പയുടെ സംഘം, അതുപോലെ MLA ഒരുപാട് പേര് ഇറങ്ങിയത്, നമ്മുടെ നാട്ടിലെ MLA മാരും ഒക്കെ. അതെ, വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ MLA മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ ഒരു MLA എടുത്ത് ചെല്ലണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഇവിടുത്തെ ആരൊക്കെയോ ചോദിച്ചെന്ന് നമ്മുടെ നാട്ടിലെ MLA മാർ ഇത്ര ഫ്രീ ആവണമെന്ന്. അതൊക്കെ നമുക്ക് ഓരോ സാധനം ഇരിപ്പുണ്ട്, തടികളും ഒക്കെ മരങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിന് മുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതെ ഇവിടുത്തെ ഒരു വ്യാപ്തി മനസ്സിലായി കാണും. അതെ, എന്ത് പറയാനാണ്, മനസ്സിലിരിക്കുന്നതായിട്ടൊരു വലിയ കാഴ്ചയാണ്. ആ പട്ടി ഇരിക്കുന്ന നോക്കിയാൽ, ആ പട്ടി എൻ്റെ പേര് അതിങ്ങനെ തന്നെ ഇരിക്കുക.
ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ കണ്ടോളി. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇനി അങ്ങ് അക്കരെ പോകണം. അവിടെ പോയി അവിടുത്തെ വീഡിയോ എടുക്കുന്നതിന് ആ സൈഡിലാണ്. ഇവിടുന്ന് വെള്ളം മണ്ണിടിഞ്ഞ് നേരെ താഴോട്ട് വീഴുന്നു. താഴേന്ന് നേരെ വെള്ളം, അതായത് ഇവിടുത്തെ വെള്ളം മൊത്തം പുഷ് ചെയ്ത് അങ്ങോട്ട് കയറ്റുന്നു. അപ്പോൾ അത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളതാണ് ഇതേ. പിന്നീട് സെൻട്രൽ ഭാഗം എന്തോ ഏതോ ഒരു ദ്വീപ് പോലെ ആയിരിക്കണം. 2 സൈഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത് കേട്ടോ. കേട്ടോ ഇതൊക്കെ നോക്കിയേ.